കേരളത്തിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട പ്രസിദ്ധയായ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ആരംഭിച്ച മറിയം തെരേസായുടെ ജീവിതം നമ്മൾക്ക് പലപ്പോഴും അത്ഭുതം ഉണ്ടാക്കുന്ന ഒന്നാണ്. മറിയം തെരേസ തൃശ്ശൂരിലെ പുത്തഞ്ചിറയ്ക്കടുത്തുള്ള പ്രസിദ്ധമായ ചിറമേൽ കുടുംബത്തിലാണ് ജനിച്ചത്. ചിറമേൽ എന്ന വാക്ക് ചിറ അല്ലെങ്കിൽ കുളത്തിന് കരയ്ക്കുള്ള വീട് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു വാക്കാണ്. ഈ ചിറമേൽ കുടുംബം വളരെ പ്രസിദ്ധമായ ഒരു കുടുംബമാണ്. തോമാസ് ശ്ലീഹായുമായി പാരമ്പര്യം അവകാശപ്പെടുന്ന പാരയൂരിലെ പ്രസിദ്ധമായ കുടുംബങ്ങളിൽ ഒന്നിൻ്റെ താഴ്വഴിയാണ് ചിറമേൽ കുടുംബം എന്ന് പറയുന്നത്. ആ ചിറമേൽ കുടുംബത്തിൻ്റെ പഴയ രേഖകൾ പരിശോധിക്കുമ്പോൾ 1670 കൊച്ചി മഹാരാജാവിൽ നിന്ന് തരകൻ സ്ഥാനം ലഭിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് എന്ന് റെക്കോർഡുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥാനം ആ കുടുംബത്തിന് കൊടുത്തത് പ്രത്യേകമായ ഒരു സൈനിക സേവനത്തിൻ്റെ പേരിലാണ്. സാമൂതിരിയുടെ സൈന്യം കൊച്ചി രാജ്യം ആക്രമിച്ചപ്പോൾ സാമൂതിരിയുടെ സൈന്യത്തെ നേരിടുവാൻ വേണ്ടി സേനാവിഭാഗത്തെ നയിച്ചത് ചിറമേൽ കുടുംബക്കാരനായ ഒരു സേനാനായകനായിരുന്നു. അതിന് പ്രതിഫലമായിട്ടാണ് 1670 തരകൻ സ്ഥാനം കൊച്ചി രാജാവ് ചിറമേൽ കുടുംബത്തിന് കൊടുത്തത്. ആ വലിയ സേനാനായകൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരാളായിട്ടാണ് വാഴ്ത്തപ്പെട്ട മറിയം തെരേസ ജനിച്ചത്. 1876 ചിറമേൽ പുത്തഞ്ചിറയിൽ വാഴ്ത്തപ്പെട്ടവൾ ജനിച്ചത് തോമ എന്ന പേരായ പിതാവിന് താണ്ടമ്മ എന്ന പേരായ ഭാര്യയിലാണ് ജനിച്ചത്. ഈ താണ്ടമ്മ എന്ന് പറയുന്നത് ത്രൈസ്യ എന്നുള്ള വാക്ക് രൂപാന്തരപ്പെട്ട് മലയാളത്തിൽ വന്ന വാക്കുകളിൽ ഒന്നാണ് ഈ താണ്ടമ്മ എന്ന് പറയുന്നത്. അലക്സാണ്ടർ ചാണ്ടിയായതുപോലെയും സെബാസ്റ്റ്യൻ ദേവസ്യായതുപോലെയും വളരെ സർക്യൂഷ്യസായ ഒരു റൂട്ടിലാണ് ഈ ത്രേസ്യ താണ്ടമ്മയായി രൂപാന്തരപ്പെടുന്നത്. 2 മാതാപിതാക്കളിൽ അമ്മയുടെ ഭക്തി ആ കുട്ടിയെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു. വളരെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബമായിരുന്നുവെങ്കിലും മറിയം തെരേസയുടെ ജനനത്തോടടുത്ത ഒരു കാലഘട്ടം എത്തുമ്പോഴേക്കും ആ കുടുംബം ധനാഢ്യ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക് താഴ്ത്തപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. 9 പെൺകുട്ടികളുടെ വിവാഹം സംബന്ധിച്ച് ധനം സൂക്ഷിച്ചു പോയി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അമ്മ ദിവസവും പള്ളിയിൽ പോവുകയും മാതാവിനോടുള്ള ഭക്തിയിൽ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. 5 മക്കളിൽ 3ാമത്തവളായിരുന്നു ത്രേസ്യ. വളരെ ഭക്തിയോടുകൂടിയ ആ ജീവിതം 6ാമത്തെ വയസ്സ് മുതൽ തന്നെ ദൈവികമായ കാര്യങ്ങളിലുള്ള ശ്രദ്ധ അവൾ വെളിവാക്കിയിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാനും മറ്റ് കുടുംബത്തിലുള്ള ആളുകൾക്ക് സഹായം എത്തിക്കാനും അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 10 വയസ്സുള്ളപ്പോൾ അവൾ ഫസ്റ്റ് കമ്മ്യൂണിയൻ ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പഠിച്ച് ആദ്യ കുർബാന സ്വീകരിച്ചതായി നാം കാണും. പക്ഷേ ആദ്യ കുർബാന സ്വീകരണത്തെപ്പറ്റി ബ്ലെസ്സഡ് മറിയം തെരേസ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ അനുഭവങ്ങളൊന്നായിരുന്നു ആദ്യ കുർബാന എന്നാണ്. ചരിത്രത്തിൽ വലിയൊരു മഹാനായ വ്യക്തി ഇതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞത് ഞാൻ വായിച്ചത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവചരിത്രത്തിലാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനോട് പത്രക്കാർ ചോദിച്ചു, ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള അനുഭവം ഏതായിരുന്നു എന്ന്. അദ്ദേഹം മറുപടിക്കായി ഒന്ന് പോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പത്രക്കാർ ചോദിച്ചു, അങ്ങ് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായപ്പോഴാണോ എന്ന്. അല്ല എന്ന് നെപ്പോളിയൻ പറഞ്ഞപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, അങ്ങ് ജോസഫിനെ വിവാഹം കഴിച്ചപ്പോഴാണോ എന്ന്. അല്ല എന്ന് വീണ്ടും നെപ്പോളിയൻ പറഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ചു, പിന്നെ എപ്പോഴാണ് ചക്രവർത്തിക്ക് ഇങ്ങനെ തോന്നിയത്? അദ്ദേഹം പറഞ്ഞു, ആദ്യ കുർബാന സ്വീകരിച്ച ശേഷം
വലത്തെ കൈ വികാരിയച്ഛൻ്റെ കൈകളിലും ഇടത്തെ കൈ എൻ്റെ അമ്മയുടെ കൈകളിലും പിടിച്ചുകൊണ്ട് ഞാൻ പള്ളിയുടെ മുമ്പിലേക്ക് വന്ന ഒരു വരവുണ്ട്. ആ വിശുദ്ധ കുർബാന സ്വീകരണം, ആദ്യ കുർബാന സ്വീകരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവമാണെന്നാണ്. യൂറോപ്പിനെ മുഴുവൻ കാൽക്കീഴിലാക്കിയ, മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ഒരു ചക്രവർത്തിയാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. നെപ്പോളിയൻ ജീവിതത്തിൽ പറയുന്നത് പോലെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം, സന്തോഷം ആദ്യ കുർബാന സ്വീകരണമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറിയം തെരേസ അവളുടെ ഓട്ടോബയോഗ്രഫിയിൽ. ആത്മകഥ എന്ന് പറയത്തക്കൊണ്ട് നീണ്ട ഒരു പുസ്തകമൊന്നുമല്ലത്. വെറും 6 പേജുകളുള്ള ഒരു ലഘു ഗ്രന്ഥമാണ്. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച് 2 വർഷം കഴിഞ്ഞ് അവൾക്ക് 12 വയസ്സായപ്പോൾ അമ്മ താണ്ടമ്മ മരിച്ചു. അമ്മ മരിച്ചപ്പോൾ മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തത് അത് കണ്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൾ ഓടി മാതാവിൻ്റെ പ്രതിമയിൽ ചെന്ന് കെട്ടിപ്പിടിച്ച ശേഷം പറഞ്ഞു, ഇനി മേലിൽ എൻ്റെ അമ്മ കന്യാശ്രീ മാതാവ് ആണ് എന്നാണ്. ഇനി ഞാൻ അവിടുത്തെ മകളായി ഇരുന്നുകൊള്ളാം, എൻ്റെ അമ്മയായിരിക്കുക എന്ന് പറഞ്ഞ കന്യാശ്രീ അമ്മയെ അമ്മയായി സ്വീകരിച്ചു 12 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം മറിയം തെരേസ കന്യാശ്രീ ആവണം എന്നാഗ്രഹിക്കുകയും കന്യാശ്രീ ആവുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അവൾ കന്യാശ്രീ ആവാനായിട്ട് കാർമലൈറ്റ് സിസ്റ്റേഴ്സിൻ്റെ ആശ്രമത്തിൽ ചേരുന്നതിനാണ് പോയത്. അങ്ങനെ അവൾ അവിടെ ചേർന്നപ്പോൾ അവൾക്ക് വലിയ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തപ്പെട്ട യഹൂപ്രാസ്യാമ്മ ആ സമയത്ത് ആ മഠത്തിലുണ്ടായിരുന്നു. 2 വാഴ്ത്തപ്പെട്ടവർ ഒരേ മഠത്തിൽ താമസിച്ച കേരളത്തിൻ്റെ സഭകളുടെ ചരിത്രത്തിലെ അപൂർവമായ ഒരു സംഘവുമായിരുന്നു ഈ 2 വാഴ്ത്തപ്പെട്ടവർ ഒരേ മഠത്തിൽ താമസിച്ച ആ കാലഘട്ടം. മറിയം തെരേസായ്ക്ക് ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായി. ആ അനുഭവങ്ങളെപ്പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നവർ ഉണ്ട്. അതിലേറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് അവൾക്കുണ്ടായിരുന്ന പിശാചിൻ്റെ ആക്രമണം ആയിരുന്നു. ഈ ആക്രമണ പരമ്പര നടക്കുന്ന സമയത്ത് അത് പറയുവാനും ആത്മീയമായ ഉപദേശം നേടുന്നതിനും വേണ്ടി ഇടവക വികാരിയായിരുന്ന വിധേയത്തിൽ അച്ഛൻ വളരെയധികം സഹായിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിധേയത്തിൽ അച്ഛനത് ബിഷപ്പായിരുന്ന മേനാച്ചേരി പിതാവിനോട് ഡിസ്കസ് ചെയ്യുകയും മേനാച്ചേരി പിതാവിൻ്റെ ഉപദേശപ്രകാരം അതിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട മറിയം തെരേസയുടെ ജീവിതം വായിക്കുമ്പോൾ ഇതിൽ പലതും മറ്റൊരു വിശുദ്ധൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങളുമായി താരതമ്യം ചെയ്യാൻ പെടുന്നതാണ്. ഈജിപ്തിലെ സന്യാസിയായ പ്രഗത്ഭനായ വിശുദ്ധനായിരുന്നു സെയിൻറ്റ് ആൻ്റണി എന്ന് പറയുന്ന വിശുദ്ധൻ. ഇറ്റലിയിലെ വിശുദ്ധ ആൻ്റണി ഓഫ് പദ്വായിൽ നിന്ന് വ്യത്യസ്തനായി 106 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളാണ് സെയിൻറ്റ് ആൻ്റണി ഓഫ് ഈജിപ്റ്റ്. സെയിൻറ്റ് ആൻ്റണി ഓഫ് പദ്വ 36 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. ഈ അന്തോണിയോസ് പുണ്യാളൻ്റെ ജീവിതത്തിൽ പിശാചുക്കൾ അദ്ദേഹത്തെ ഭയങ്കരമായി ശല്യം ചെയ്തിരുന്നു. അത് വിശ്വപ്രസിദ്ധമായ ഒരു ചിത്രമായി രേഖപ്പെടുത്തിയത് മൈക്കലാഞ്ചലോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രത്തിലാണ്. സെയിൻറ്റ് ആൻ്റണി ടോർമെൻറ്റഡ് ബൈ ദ ഡെവിൾസ് എന്നാണ് ആ പെയിൻറ്റിങ്ങിനെ വിളിക്കുന്നത്. അന്തോണിയോസ് പുണ്യാളനെ പിശാചുക്കൾ വന്ന് ശാരീരികമായി ആക്രമിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രം സെയിൻറ്റ് ആൻ്റണി ആ ഡെവിൾസിനെ ആക്രമണത്തിൽ നിന്ന് മറികടന്ന് ഈശ്വര സാക്ഷാത്കാരത്തിലെത്തി എന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വായിക്കുന്നു. സെയിൻറ്റ് ആൻ്റണിക്ക് ഉണ്ടായതുപോലെയാണ് ബ്ലസ്സഡ് മറിയം തെരേസായ്ക്കും ഉണ്ടായത്. ശരീരത്തിൽ കയറി ആക്രമിച്ച് പരിക്കുണ്ടാക്കുക, ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ ജപമാല പിടിച്ചു മാറ്റുക, ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ആഹാരത്തിനകത്ത് മണ്ണ് വന്ന് വീഴുക, ഇങ്ങനെയുള്ള ഭയങ്കരമായ പീഡകളാണ് പിശാച് മറിയം തെരേസയോട് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിശാച് ഇങ്ങനെ ആക്രമിക്കുമ്പോൾ
തൻ്റെ ആത്മീയ പിതാവായ വികാരി വിധേയത്തിലച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം മറിയം തെരേസ തുറന്ന് പറഞ്ഞിരുന്നു. പ്രാർത്ഥനയിലൂടെ ആ വലിയ ആക്രമണ പരമ്പരയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ അവൾക്ക് കഴിഞ്ഞു. പക്ഷെ മരണം വരെയും ആ ശല്യം തുടർന്നിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. രണ്ടാമതായിട്ടുള്ളത് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നതാണ്. ആത്മീയത ഒരു പരിധി കഴിയുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന വലിയ ഒരു പ്രതിഭാസമാണ് മിസ്റ്റിസിസം എന്ന് പറയപ്പെടുന്ന പ്രൊസീജിയർ. മനുഷ്യൻ്റെ ഫിസിക്സ് കൊണ്ടോ കെമിസ്ട്രി കൊണ്ടോ വിശദീകരിക്കാനാവാത്ത ചില എക്സ്പീരിയൻസസ് ആണ് ആ സമയത്ത് ഉണ്ടാവുക. ബോധക്ഷയമുണ്ടാവുക, ബോധം ഇല്ലാത്ത സമയത്തും സംസാരിക്കാൻ കഴിയുക, പ്രത്യേകമായ വിഷൻസ് കാണുക, ദർശനങ്ങളുണ്ടാവുക, ഇതൊക്കെ അതിൻ്റെ വലിയ പ്രോസസ്സാണ്. ഇത് വളരെ വിശാലമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രസിദ്ധയായ അമ്മ തെരേസയുടെ ജീവിതത്തിലാണ്. സെയിൻറ്റ് തെരേസ ഓഫ് അവീല. സെയിൻറ്റ് തെരേസ ഓഫ് അവീലയുടെ ജീവിതത്തിൽ ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് എത്ര വ്യക്തതയോടുകൂടി ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇന്ത്യയുടെ പ്രഗത്ഭനായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തിൻ്റെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് വളരെ ഭംഗിയായി നമുക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ ഏതാണ്ട് സമാനമായ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായതായി രേഖപ്പെടുത്തി കിട്ടുകയാണ്. ചിലർക്ക് ആ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിനെ സബ്ലൈമാക്കി മാറ്റാൻ പറ്റും. ദാന്തെ ഡിവൈൻ കോമഡിയിൽ ചെയ്ത പോലെ മാറ്റാൻ പറ്റും. ബ്ലെസ്സഡ് മറിയം തെരേസ ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ബോധക്ഷയം ഉണ്ടാവുകയും വിഷൻസ് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. കർത്താവ് മറിയം തെരേസയോട് നേരിട്ട് വന്ന് സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കന്യാശ്രീ മാതാവ് നേരിട്ട് വന്ന് സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ പോയി ആത്മാക്കളെ കണ്ട് സംസാരിക്കാൻ അവൾക്ക് കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാലാഖമാർ വന്ന് സംസാരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പുള്ള വിശുദ്ധന്മാർ വന്ന് സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയം തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കമ്മിറ്റികളിൽ ഒരു ബിഷപ്പ് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് എതിരഭിപ്രായങ്ങൾ വാദിക്കാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റ് ഉണ്ടാവും. ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് ചോദിച്ച ചില ചോദ്യങ്ങൾ വളരെ രസകരങ്ങളാണ്. ഡെവിൾസ് അഡ്വക്കേറ്റ് ചോദിച്ചു, കർത്താവ് വന്ന് മറിയം തെരേസ സംസാരിച്ചെങ്കിൽ ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? എങ്ങനെയാണ് ആ സംഭാഷണത്തിന് മറുപടി പറഞ്ഞത്? കണ്ടപ്പോൾ ശരീരം കണ്ടോ അതോ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ എന്നൊക്കെ ഡെവിൾസ് അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് ഒരാളിൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന് കാരണഭൂതമായ സംഭവങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി മറിയം തെരേസയ്ക്ക് ചില അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് ലഭിച്ചിരുന്നു. ആ അത്ഭുതം ചെയ്യാനുള്ള കഴിവ് ഈ പ്രാർത്ഥനയുടെ ഫലമായി അവൾ ചെയ്ത സംഭവങ്ങൾ നിരവധി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. 1904 ആയപ്പോൾ അവൾക്ക് 28 വയസ്സോളം എത്തിയപ്പോൾ അവൾക്ക് പേര് മാറ്റണം എന്ന ആഗ്രഹം ഉണ്ടായി. കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട് മാതാവിൻ്റെ അരുളപ്പാട് ലഭിച്ച ശേഷം മാതാവിൻ്റെ പേര് കൂടി തൻ്റെ പേരിൻ്റെ കൂടെ ഉണ്ടാവണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ 28 വയസ്സുള്ളപ്പോൾ അവൾ കന്യാവ്രതം നേടിയപ്പോൾ ത്രേസ്യ എന്ന പേരിൻ്റെ കൂടെ മറിയം എന്ന പേരും കൂടി ചേർക്കാൻ ബിഷപ്പ് അനുവദിക്കുകയും അങ്ങനെ മറിയം തെരേസ എന്ന മുഴുവൻ പേര് 1904 സ്വീകരിക്കുകയും ചെയ്തു. കർമ്മലത്ത മഠത്തിൽ പോയി അവൾ കന്യാസ്ത്രീയായി ജീവിക്കുമ്പോൾ പ്രത്യേകമായ ഒരു അരുളപ്പാടുണ്ടായി. ആ അരുളപ്പാട് വികാരിയച്ഛനോടും വികാരിയച്ഛൻ വഴി ബിഷപ്പിനെയും അറിയിച്ചപ്പോൾ വികാരി വിധേയത്തിൽ അച്ഛനും ബിഷപ്പ് മേനാച്ചേരിയും കൂടി തീരുമാനിച്ചു, ഒരു വലിയ മഠത്തിൻ്റെ ഭാഗമായി അവൾ ഇരിക്കേണ്ട, പകരം ഒരു ഏകാന്ത വാസത്തിൻ്റെ ഒരു മഠം തുടങ്ങാം എന്നാണ് ആഗ്രഹിച്ചത്.
അങ്ങനെ മറിയം തെരേസ തിരിച്ച് പുത്തഞ്ചിറ എത്തുകയും അവിടെ ഒരേകാന്ത വാസത്തിൻ്റേതായ വീട് പണിയുകയും ചെയ്തു. ആ ഏകാന്തവാസത്തിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പുതിയ ഒരു കോൺഗ്രിഗേഷൻ ആരംഭിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. അങ്ങനെ 1914 മേനാച്ചേരി പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പുതിയ കോൺഗ്രിഗേഷൻ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് എന്ന കോൺഗ്രിഗേഷൻ ആരംഭിക്കുകയാണ് ഉണ്ടായത്. മറിയം തെരേസയ്ക്ക് 38 വയസ്സുള്ളപ്പോഴാണ് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മഠവും അതിൻ്റെ സുപ്പീരിയറും അതിൻ്റെ ഫൗണ്ടറസുമായി അവൾ സ്ഥാനം ഏൽക്കുന്നത്. ആ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് വളരെ പ്രത്യേകതയോടുകൂടി വ്യാപിക്കുവാനുള്ള ശ്രമങ്ങൾ പിന്നീടുള്ള 12 വർഷങ്ങൾ ഉണ്ടായി. 2 മഠങ്ങൾ സ്ഥാപിച്ചു, 2 സ്കൂളുകൾ സ്ഥാപിച്ചു, ഒരു ഓർഫനേജ് സ്ഥാപിച്ചു, ഒരു ഓൾഡ് ഏജ് ഹോം സ്ഥാപിച്ചു. അങ്ങനെ 8ഓളം സ്ഥാപനങ്ങൾ അടുത്ത 12 വർഷം കൊണ്ട് മറിയം തെരേസ സൃഷ്ടിച്ചു. ഈ സമയത്ത് അവൾക്ക് 2-3 പ്രത്യേകമായ കാര്യങ്ങൾ സംഭവിച്ചു. അതിലാദ്യത്തേത് കർത്താവിൻ്റെ പഞ്ചശതങ്ങൾ അവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. സഭയുടെ ചരിത്രത്തിൽ മിക്കവാറും ഒരു നൂറ്റാണ്ടിൽ 1-2 പേർക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കർത്താവ് കുരിശിൽ തൂങ്ങിയപ്പോൾ ശരീരത്തിലുണ്ടായ 5 മുറിവുകൾ, കയ്യിലെ 2 ആണിപ്പഴുതുകളും കാലിലെ 2 ആണിപ്പഴുതുകളും നെഞ്ചത്തുണ്ടായ കുന്തം കൊണ്ട് കുത്തിയ മുറിവും ഉൾപ്പെട്ടതാണ് പഞ്ചശതങ്ങൾ എന്ന് പറയുന്നത്. ഈ പഞ്ചശതങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ മറ്റൊരു മഹാനായ വിശുദ്ധനാണ് പാദ്രെ പിയോ എന്ന് പറയുന്ന വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ പഞ്ചശതങ്ങളിൽ നിന്ന് രക്തം വരുമായിരുന്നു. ഹാശ ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളിലും ആ രക്തം കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ പഞ്ചശതങ്ങളുമായിട്ടാണ് ആ വിശുദ്ധൻ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. 20-ാം നൂറ്റാണ്ടിൽ മറ്റൊരാൾക്ക് പഞ്ചശതം ഉണ്ടായത് ബ്ലസഡ് മറിയം തെരേസയ്ക്കാണ്. ആ പഞ്ചശതങ്ങൾ അവൾ മറ്റുള്ളവർ കാണാതെ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ചില പ്രത്യേക സമയത്ത് അതിൽ നിന്ന് രക്തം വരികയും അത് കളക്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. പഞ്ചശതങ്ങൾ വരുന്ന വിശുദ്ധന്മാർക്ക് എല്ലാം മിസ്റ്റിസിസവും അതുപോലെ തന്നെ ദർശനങ്ങളുടെ നീണ്ട ഘോഷയാത്രയും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മറിയം തെരേസയുടെ ജീവിതത്തിലും അത് സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമതായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ലെവിറ്റേഷൻ എന്ന് പറയുന്നത്. കട്ടിലിൽ കിടക്കുന്ന മറിയം തെരേസ കട്ടിലിൽ നിന്ന് ഗുരുത്വാകർഷണത്തിനെതിരായി, ഗ്രാവിറ്റിക്കെതിരായി പൊങ്ങി ആകാശം നിൽക്കുന്നതായി കാണാൻ പറ്റും. അങ്ങനെ ആകാശം നിൽക്കുമ്പോൾ അവളുടെ ശരീരം ഒരു കുരിശു പോലെ രൂപാന്തരം പ്രാപിച്ചിരുന്നു. കൈകൾ വിരിച്ച് ഒരു കുരിശു പോലെ രൂപാന്തരം പ്രാപിച്ചിരുന്നു. ദുഃഖവെള്ളിയാഴ്ചയും പല വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ കട്ടിലിൽ നിന്ന് പൊങ്ങി മേൽക്കൂരയുടെ അടുത്ത് നിൽക്കുന്ന മറിയം തെരേസയെ പലരും കണ്ട് രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ളതാണ്. 2 സമയത്തെങ്കിലും ബൈലോക്കലിസം ഉണ്ടായി എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരേ സമയം 2 സ്ഥലത്ത് മറിയം തെരേസയെ കണ്ടു എന്നുള്ളതാണ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ദൃക്സാക്ഷികളുടെ വിവരണത്തിൽ നിന്ന് ഒരേ സമയം 2 സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള സാധാരണ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കാത്ത നിരവധി സംഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായി. അവൾക്ക് 50 വയസ്സായപ്പോൾ 1926 ആയപ്പോൾ കാലിൽ പഴുപ്പുണ്ടാവുകയും ആ പഴുപ്പ് മുട്ടുവഴി മേപ്പോട്ട് കയറുകയും ചെയ്തു. അത് ചികിത്സിക്കുവാൻ ഡോക്ടർമാർ ശ്രമിച്ചു. പക്ഷേ സാധാരണഗതിയിൽ ചികിത്സിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്സസ് എന്നൊക്കെ ഡോക്ടർമാർ വിളിക്കുന്ന പോലൊരു സംഭവമാണ് ഉണ്ടായത്. സംഗതി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയത് ബ്ലസഡ് മറിയം തെരേസയ്ക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. മുറിവ് കരിയാതെ പഴുപ്പ് മേപ്പോട്ട് കയറുന്നൊരവസ്ഥയുണ്ടായി.
ഇപ്പോഴാണെങ്കിൽ ആംപുട്ടേഷൻ ഉൾപ്പെടെയുള്ള വിദഗ്ധമായൊരു സർജറി കുറേ സുഖം കൊടുത്തതിനായിരുന്നു. പക്ഷേ മറിയം തെരേസ പറഞ്ഞു, എന്നെ ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല, ഈ രോഗം എൻ്റെ മരണത്തിലെ അവസാനിക്കൂ എന്ന്. എന്നാലും ബാക്കിയുള്ള സിസ്റ്റേഴ്സ് ബ്ലെസ്സഡ് മറിയം തെരേസയെ വലിയ ഒരു ആശുപത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ചികിത്സിക്കാൻ ശ്രമിച്ചു. മരണം അടുക്കാറായപ്പോൾ തൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സിനെല്ലാം വിളിച്ചു നിർത്തി മറിയം തെരേസ അവരോട് പറഞ്ഞു, എൻ്റെ മരണം അടുക്കുകയാണ്. നമ്മുടെ സന്യാസിനി സഭ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് കഷ്ടിച്ച് 12 വർഷം പോലും പ്രായം ആയിട്ടില്ലാത്ത ഒരു സഭയാണ്. ഈ സന്യാസിനി പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കാൻ നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും നിങ്ങൾ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ എല്ലാ സ്നേഹവും തരുകയാണ്. അവസാനം എല്ലാ കൂദാശകളും സ്വീകരിച്ച് മരണമടുത്തപ്പോൾ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈശോ മറിയം യൗസേപ്പെ എന്ന ഹോളി ഫാമിലിയുടെ മുഴുവൻ പേരും പറഞ്ഞ് എൻ്റെ ജീവൻ നിങ്ങളുടെ കൈകളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശാന്തമായി മറിയം തെരേസ മരിക്കുകയാണ് ഉണ്ടായത്. മറിയം തെരേസയുടെ മരണത്തിന് ശേഷം നിരവധി അത്ഭുതങ്ങൾ അവരുടെ പേരിൽ ഉണ്ടായി. അവരുടെ ജീവിതകാലത്ത് തന്നെ അനേകം അത്ഭുതങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ എടുത്തു പറയേണ്ട ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ ഒരു തമ്പാട്ടി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ മരിക്കാറായി കിടക്കുന്നു എന്നൊരു ദർശനം അവൾക്കുണ്ടായി. അവൾ ചെന്ന് ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവൾക്ക് ഒരു നല്ല മരണം കൊടുത്തു. മരിച്ചു കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലാവുന്നത് 2 വയസ്സിനടുത്ത ഒരു കുട്ടി ആ സ്ത്രീയുടെ മുറിയിൽ തന്നെ അനാഥയായി ഉണ്ട് എന്ന് മനസ്സിലായി. ആ കുട്ടിയെ മഠത്തിൽ കൊണ്ടുവരികയും മാമോദിസ മുക്കി ബ്രിജിത്ത് എന്ന് പേരിടുകയും ആ കുട്ടിയെ സംരക്ഷിക്കുകയും ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാപികളായ ആളുകൾ കുമ്പസാരിക്കാൻ വിസമ്മതിക്കുമ്പോൾ അവരെ കുമ്പസാരത്തിലേക്കും വിശ്വാസത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ബ്ലെസ്സഡ് മറിയം തെരേസ അവിടെ പോയി പ്രാർത്ഥിക്കുകയും അവരെ വിശ്വാസത്തിലേക്കും കൊണ്ടുവരികയും ചെയ്തിരുന്നു. പലപ്പോഴും 2-3 തവണ തിരസ്കരിച്ച ശേഷവും പ്രാർത്ഥന തുടരുകയും ആ പ്രാർത്ഥനയുടെ ഫലമായി അവർ കുമ്പസാരിച്ച് നല്ല വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി പ്രത്യേകമായി പ്രസ്താവിക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. ഒരിക്കലൊരു സ്ത്രീ മറിയം തെരേസയെ കാണാൻ വന്നു. ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. വാഴ്ത്തപ്പെട്ട മറിയം തെരേസ പറഞ്ഞു, നിൻ്റെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്നു, നീ എന്തോ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ കുമ്പസാരിച്ചു, വലിയൊരു പാപം അച്ഛനോട് പറയാൻ എനിക്കൊരു മടി വന്നുകൊണ്ട് എന്നെ മറച്ചു വെച്ചു എന്നാണ്. വാഴ്ത്തപ്പെട്ട മറിയം തെരേസ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൾ രണ്ടാമത് പോയി ആ പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുകയും അവൾ നല്ല വിശ്വാസിയായി തീരുകയും ചെയ്തു എന്ന ചരിത്രം. ഈ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രത്യേകതയോടുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. വളരെ പ്രത്യേകതയോടുകൂടി ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഭവം പാവപ്പെട്ടവരുടെ ഇടയിൽ ബ്ലെസ്സഡ് മറിയം തെരേസ നടത്തിയ പ്രവർത്തനങ്ങളാണ്. സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല ചില പ്രവർത്തനങ്ങൾ വാഴ്ത്തപ്പെട്ട മറിയം തെരേസയെ കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞു. വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും വിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും വലിയ പ്രവർത്തനങ്ങളായിരുന്നു അവ ഓരോന്നും. അവരുടെ കല്ലറയിൽ നിരവധി അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ വിശുദ്ധ പദവിയിലേക്കുള്ള പ്രോസസ്സ് ആരംഭിച്ചു. അങ്ങനെ ദൈവദാസിയായി പ്രഖ്യാപിച്ചു. അതിനുശേഷം 1981 അവരെ വെനറബിൾ അല്ലെങ്കിൽ ധന്യയായി ഉയർത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി 1981 വിശുദ്ധ മറിയം തെരേസയുടെ കല്ലറ തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സെർവൻ്റ് ഓഫ് ഗോഡായി പ്രഖ്യാപിച്ച് കല്ലറ തുറക്കാൻ വന്നത്
ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പഴയാറ്റിൽ പിതാവും ഇരിങ്ങാലക്കുട ബിഷപ്പായിരുന്ന പഴയാറ്റിൽ പിതാവും തൃശ്ശൂർ ബിഷപ്പായിരുന്ന കുണ്ടുംകുളം പിതാവും പാലക്കാട്ട് ബിഷപ്പായിരുന്ന ഇരുമ്പൻ പിതാവും ഉൾപ്പെട്ട ഒരു സംഘമായിരുന്നു. അവർ 5 അടിയിലേറെ കുഴിച്ച് കല്ലറ തുറക്കുന്ന സ്റ്റേജ് വരെ എത്തി. അപ്പോഴാണ് 2-3 അത്ഭുതങ്ങൾ ഉണ്ടായത്. ഒന്ന്, കല്ലറയ്ക്കകത്ത് നിന്ന് സുഗന്ധം പ്രവഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ കല്ലറയിൽ നിന്ന് സുഗന്ധം വന്നത്, പൂവിൻ്റെ മണം വന്നത് എല്ലാവർക്കും അനുഭവവേദ്യമായി. അവരത് റെക്കോർഡ് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പേര് കല്ലറയിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്നതായിട്ട് കണ്ടു. അവരത് റെക്കോർഡ് ചെയ്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. കല്ലറ തുറന്നപ്പോൾ ശരീരം യാതൊരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിട്ട് കണ്ടു. തുണി പോലും ഷേപ്പ് മാറിയിട്ടില്ല. പക്ഷേ ശവപ്പെട്ടി മുഴുവൻ അലിഞ്ഞ് ഇല്ലാതായി കഴിഞ്ഞിരുന്നു. ആ ബോഡി എടുക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അത് പൊടിഞ്ഞ് താഴെ വീണു. അങ്ങനെ 34 ഭാഗങ്ങളായിട്ടാണ് ആ ബോഡി പുറത്തെടുത്തത്. അത് പുറത്തെടുത്ത് കാസ്കറ്റുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി വിശുദ്ധയായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വരുമ്പോൾ വീണ്ടും അത് പരിശോധിക്കേണ്ടി വരും എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറിയം തെരേസയെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ള ചില സംഗതികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്ലസഡ് മറിയം തെരേസയ്ക്കുണ്ടായ ചില മാറ്റങ്ങളെ പറ്റിയുള്ള റെക്കോർഡഡ് എവിഡൻസാണ്. വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടെ വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ബ്ലസഡ് മറിയം തെരേസയുടെ മുഖം പ്രകാശം പരത്തുന്ന ഒരു മുഖമായി മാറിയിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോഴേക്കും മുഖത്തുനിന്നൊരു പ്രകാശം പുറപ്പെടുന്നതായി ആളുകൾ കണ്ടിട്ടുണ്ട്. 2 പേര് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരു റെക്കോർഡിങ്സ് വന്നിട്ടുള്ളതും അവിശ്വസനീയമായ റെക്കോർഡിങ്ങാണ്. ഒരിക്കൽ വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരുന്ന അവസരത്തിൽ ബ്ലസഡ് മറിയം തെരേസയുടെ ശരീരത്തിൽ നിന്ന് ആ ചാപ്പലിൽ മുഴുവൻ സുഗന്ധം പ്രവഹിക്കാൻ തുടങ്ങി എന്നാണ്. ആ ചാപ്പലിൽ മുഴുവൻ പൂവിൻ്റെ മണം വരാൻ തുടങ്ങി. അത് അനുഭവിച്ച 2 പേർ അത് റെക്കോർഡ് ചെയ്ത് റോമിൽ ബ്ലസഡായി വാഴിക്കുന്നതിന് വേണ്ടിയുള്ള നാമനിർദ്ദേശത്തിന് കൊടുത്തിരുന്നു. 1999 പരിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ എൻ്റയർ പ്രോസസ്സ് പൂർത്തിയാക്കിയ ശേഷം മറിയം തെരേസയെ വെനറബിൾ അല്ലെങ്കിൽ ധന്യയാക്കി ഉയർത്തി. 2000 ആണ്ടിൽ ജോൺ പോൾ II മാർപ്പാപ്പ തന്നെ മറിയം തെരേസയെയും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി, ബ്ലസഡ് സ്റ്റേജിലേക്ക് ഉയർത്തി. ഇന്ന് 276 ഹോംസ് ഉള്ള ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടറസ് സുപ്പീരിയറായിരുന്നു മറിയം തെരേസ എന്ന് നമ്മൾ ഓർക്കണം. കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലും ഘാനയിലും ജർമ്മനിയിൽ ഉൾപ്പെടെയാണ് ഇന്ന് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് വളരെ പ്രഗത്ഭമായി പ്രവർത്തിക്കുന്നത്. ഇതുവരെ മറിയം തെരേസയുടെ പേരിൽ എത്ര അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. 6500-ലേറെ അത്ഭുതങ്ങളാണ് ഇതുവരെ മറിയം തെരേസയുടെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ളത്. അതിൽ 1400ഓളം എണ്ണം രോഗസൗഖ്യങ്ങളാണ്. പലവിധ രോഗങ്ങളിൽ നിന്ന് മോചനം കിട്ടിയിട്ടുള്ളതാണ് 1400ഓളം ഈ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളത്. 1300ഓളം എണ്ണം ധനപരമായ കടത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടുള്ള അത്ഭുതങ്ങളാണ്. 500ഓളം കേസുകളിൽ, വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുള്ള കേസുകളിൽ വിവാഹം നടന്നു കിട്ടിയിട്ടുള്ളതാണ്. 6500ഓളം അത്ഭുതങ്ങൾ 3/4 നൂറ്റാണ്ടുകൊണ്ട് മരണശേഷം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ വാഴ്ത്തപ്പെട്ട മറിയം തെരേസ വിശുദ്ധയാവാനുള്ള കാലം അധികം താമസിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 മേജർ അത്ഭുതം വേണ്ടതിൽ ഒരെണ്ണം സംഭവിച്ചു കഴിഞ്ഞു എന്ന് കരുതപ്പെടുന്നു. അത് ഇപ്പോൾ റോമിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാമതൊരു അത്ഭുതം കൂടി ഉണ്ടായി. ഏതാനും നാളുകൾക്കകം വിശുദ്ധയായ 2ാമത്തെ വിശുദ്ധ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഉണ്ടാവാൻ വാഴ്ത്തപ്പെട്ട മറിയം തെരേസയ്ക്ക് കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട മറിയം തെരേസ വിശുദ്ധയായി കാണാനുള്ള ഭാഗ്യം നമുക്കേവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അവരുടെ ഓർമ്മയ്ക്ക് മുമ്പാകെ തലകുനിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.